ഹായ് ഹലോ, വെൽക്കം ടു TT അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏപ്രിൽ 2024 നടന്ന കേട്ടറ്റ് പരീക്ഷയുടെ സൈക്കോളജി ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായ എന്ന ഒരു പോയിന്റിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു വേണം ഓപ്ഷൻസ് വായിക്കാൻ. ഓപ്ഷൻസ്: കുട്ടി താഴ്ന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്നു. കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല. കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല. കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിവ് തോന്നുന്നു. ഉത്തരം: കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഗവേഷകർ സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് വികസനത്തെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാമൂഹിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. ഉത്തരം: വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, സമീപസ്ഥ വികാസ മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത്? ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം രൂപപ്പെടുത്തിയത് ആര്? വൈഗോട്സ്കി, യങ് പിയാഷെ, നോം ചോംസ്കി, ബ്രൂണർ. ഉത്തരം: വൈഗോട്സ്കി. നാലാമത്തെ ചോദ്യം, ഗ്രഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു. വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ചിന്തയെ വിളിക്കുന്നത് യുക്തിചിന്ത, പ്രശ്നപരിഹാരം, അന്വേഷണം, സർഗപരത. ഉത്തരം: യുക്തിചിന്ത. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ ഇതിന് കാരണമായത് ഏതാണ്? അവൻ്റെ പഠനാന്തരീക്ഷം, അവൻ്റെ പഠനവേഗം, അവൻ്റെ പഠനശൈലി, പഠനത്തിലുള്ള അവൻ്റെ പരിപക്വനം. ഉത്തരം: പഠനത്തിനുള്ള അവൻ്റെ പരിപക്വനം. അടുത്ത ചോദ്യം, ഒരു ടീച്ചർ കുട്ടികളിൽ പ്രശ്നപരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണിതിന് സഹായകമാകുന്നത്? കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നൽകുക, കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകുക, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ അധ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുക. ഉത്തരം: കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തലിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക, മാർഗദർശനവും ഉപബോധവും നൽകുക, കുട്ടികളെ പതിവായും ചിട്ടയോടുകൂടിയും വിലയിരുത്തുക, വ്യത്യസ്തനായ ഒരു കുട്ടിയെ കണ്ടെത്തുക. ഉത്തരം: പ്രസ്താവന 1ഉം 3ഉം. കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക, കുട്ടികളെ പതിവായും ചിട്ടയോടുകൂടിയും വിലയിരുത്തുക എന്നതാണ് തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തലിന്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകമേത്? ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക, ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക, ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക, ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. ഉത്തരം: ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാസ്ലോയുടെ സിദ്ധാന്തപ്രകാരം ഇത്തരത്തിൽ അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെ കാണിക്കുന്നത് ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വ ആവശ്യങ്ങൾ, ആത്മാഭിമാന ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം. ഉത്തരം: ആത്മാഭിമാന ആവശ്യങ്ങൾ. അടുത്ത ചോദ്യം, എക്സെപ്ഷണൽ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. പ്രതിഭാധനരായ കുട്ടികൾ, മന്ദപഠിതാക്കൾ,
പൊണ്ണത്തടിയുള്ള കുട്ടികൾ, മാനസിക വിമന്തരായ കുട്ടികൾ. ഉത്തരം പൊണ്ണത്തടിയുള്ള കുട്ടികൾ. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസനത്തിനായി 1992 നടപ്പാക്കിയ നിയമം ഏതെന്ന് തിരിച്ചറിയുക. RCI ആക്ട്, RPWA ആക്ട്, RTE ആക്ട്, PWD ആക്ട്. ഉത്തരം RCI ആക്ട്. അടുത്ത ചോദ്യം, ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു, ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. ഏതാണ് ഇതിൽ ഊന്നൽ നൽകുന്നത്? പഠനാന്തരണം, അനുഭവാധിഷ്ഠിത പഠനം, നിരീക്ഷണ പഠനം, ആശയ പഠനം. ഉത്തരം അനുഭവാധിഷ്ഠിത പഠനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിന്റെ ലക്ഷണമല്ലാത്തത്? വായനാ വൈകല്യം, ഗണിത വൈകല്യം, സംസാര ഭാഷാ അപഗ്രഥന വൈകല്യം, ബുദ്ധിപരമായ വൈകല്യം. ഉത്തരം ബുദ്ധിപരമായ വൈകല്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പുരോഗമനാത്മകമായ വിദ്യാഭ്യാസത്തിന്റെ മാർഗമായി കണക്കാക്കാത്തത് ഏത്? പ്രശ്നപരിഹാരം, നിരൂപണപരമായ ചിന്ത, സംഘപ്രയത്നം, ഉരുവിട്ട് പഠനം. ഉത്തരം ഉരുവിട്ട് പഠനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ ഒരു ക്ലാസ് റൂമിലെ ചില കുട്ടികളുടെ പ്രത്യേകതയാണ്. ഇവയിൽ ആരെയാണ് നിങ്ങൾ ഡിസഡ്വാൻറ്റേജ്ഡ് ലേണറായി കണക്കാക്കുന്നത്? വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലുള്ളവർ, പഠനത്തിനെ തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ, വൈവിധ്യമാർന്ന പഠനശൈലി ഉള്ളവർ, ഉന്നത കുടുംബത്തിലുള്ളവർ. ഉത്തരം പഠനത്തിനെ തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ ഏത് തരം ബുദ്ധിശക്തിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? ദൃശ്യ സ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി. ഉത്തരം ഭാഷാപരമായ ബുദ്ധി. അടുത്ത ചോദ്യം, ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ഒരു ടീച്ചർ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് രീതിയാണ് ഇതിനായി ടീച്ചർക്ക് സഹായകരമാകുന്നത്? പരീക്ഷണ രീതി, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണ രീതി. ഉത്തരം കേസ് സ്റ്റഡി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രേഡിംഗ് മാർഗത്തിന്റെ ധർമ്മമല്ലാത്തത് ഏത്? മുൻകൂട്ടി നിർവചിച്ചിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിക്കുക, 2 കുട്ടികൾക്കിടയിലുള്ള പഠനത്തിന്റെ നിലവാരത്തെ താരതമ്യപ്പെടുത്തുക, കുട്ടികൾക്ക് സ്വയം വിലയിരുത്തുന്നതിനുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക, കുട്ടികളെ പരീക്ഷയിലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ഉത്തരം കുട്ടികളെ പരീക്ഷയിലെ ജയത്തിന്റെയും പരാജയത്തിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക എന്നതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകത്തെ തിരിച്ചറിയുക. വിദ്യാലയം, മാധ്യമങ്ങൾ, അധ്യാപകർ, ബുദ്ധിശക്തി. ഉത്തരം ബുദ്ധിശക്തി. അടുത്ത ചോദ്യം, ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? പാശ്ചാത്ഗമനം, ഉദാത്തീകരണം, ദമനം, നിഷേധം. ഉത്തരം ഉദാത്തീകരണം. അടുത്ത ചോദ്യം, ടീച്ചർ 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായി തിരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ലിംഗനിഷ്പക്ഷത, ലിംഗസമത്വം, ലിംഗപക്ഷപാതം, ലിംഗ വ്യക്തിത്വം. ഉത്തരം ലിംഗപക്ഷപാതം. അടുത്ത ചോദ്യം, ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യത്തെയും മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. വികാസം പ്രവചനീയമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം ഗതി നിയമം പാലിക്കുന്നു, വികാസം അനുസ്യൂതമാണ്. ഉത്തരം വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയേത്? കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റു വരുത്തരുത്, കുട്ടികളെ അവരുടെ തെറ്റുകൾക്ക് കഠിനമായി ശിക്ഷിക്കണം, തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്, തെറ്റുകൾ വരുത്തുന്നത് അസാധാരണ പ്രവൃത്തിയാണ്. ഉത്തരം തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ചാർലിൻ ചാപ്ലിൻ അദ്ദേഹത്തിന്റെ നർമ്മബോധത്തിന് പ്രശസ്തനാണ്. ആൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ ഇത് എന്തിന്റെ ഉദാഹരണമാണ്? മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, സ്രോതസ് സവീകരണം, ദ്വിതീയ സവിശേഷം. ഉത്തരം മുഖ്യ സവിശേഷകം. അടുത്ത ചോദ്യം, ചാക്രിയ പാഠ്യപദ്ധതി നിർദ്ദേശിച്ചത്? പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, കോഹ്ലർ. ഉത്തരം ബ്രൂണർ. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ, അവബോധം, വികാരം, വിധിന്യായം. ഉത്തരം അഭിപ്രേരണ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക.
എത്രത്തോളം ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടിയിലെ മൗലികതയെ പ്രോത്സാഹിപ്പിക്കുക. നിശ്ചിതമായതും കർക്കശമായതുമായ പ്രവൃത്തി സമ്പ്രദായങ്ങൾ നൽകുക. സ്കൂളിലെ മാർക്കുകൾക്ക് അധിക പ്രാധാന്യം നൽകുക. ഇവയിൽ ഏതൊക്കെയാണ് കുട്ടികളിലെ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ ഒരു ടീച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത്? ഉത്തരം നമുക്ക് നോക്കാം. 1ഉം 2ഉം. അടുത്ത ചോദ്യം നോക്കാം. കാതറിൻ ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കൾ ഒരേ ഒരു വികാരം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. താഴെ പറയുന്നവയിൽ ഏതാണ് അത്? ക്രോധം, ഭയം, വെറുപ്പ്, വിക്ഷോഭം. ഉത്തരം വിക്ഷോഭം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പഠനത്തിന്റെ സവിശേഷത അല്ലാത്തതിനെ കണ്ടെത്തുക. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ ഉൾപ്പെടുന്നു. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിശീലനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ആണ്. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിപക്വത്തിന്റെയും വികാസത്തിന്റെയും ഫലമായാണ്. പഠനത്തിൽ സംഭവിക്കുന്ന വർത്തന വ്യതിയാനങ്ങൾ താരതമ്യേന സ്ഥിരമാണ്. ഉത്തരം പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിശീലനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ആണ്. അവസാന ചോദ്യം. നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിറച്ചതിനു ശേഷം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ചാൽ അവൻ നീളമുള്ള പാത്രത്തിലെ ഐസ്ക്രീം തിരഞ്ഞെടുക്കുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ പ്രത്യേകതയെ വിളിക്കുന്നത് അനിമിസം, സ്വയം കേന്ദ്രീകൃത മനോഭാവം, സെൻട്രേഷൻ, തിരിച്ചു ചിന്തിക്കുക. ഉത്തരം സെൻട്രേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.